ഹായ് നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് നിങ്ങൾ തംബ്നെയിലിൽ കണ്ടതുപോലെ നാർസിസിസ്റ്റുകൾ എങ്ങനെയാണ് നിങ്ങൾ നോ കോൺടാക്റ്റിലേക്ക് പോയ ശേഷവും വീണ്ടും ചേസ് ചെയ്യുന്നത് എന്നുള്ള ഒരു ചോദ്യത്തിനുള്ള മറുപടിയായിട്ട് ചെയ്യുന്ന വീഡിയോയാണ് ഇത്. മുമ്പ് ഞാൻ വീഡിയോ ചെയ്തിരുന്ന സമയത്ത് എന്നോട് റിക്വസ്റ്റ് ചെയ്തൊരു ടോപ്പിക്കാണ്. പലരും അവർ എന്തുകൊണ്ടാണ് ഞാൻ നോ കോൺടാക്റ്റിലേക്ക് പോയി കഴിഞ്ഞിട്ടും ഇപ്പോഴും അവർ എന്നെ ചേസ് ചെയ്യുന്നത്, ഇപ്പോഴും അവർ എൻ്റെ പിന്നാലെ കൂടിയിരിക്കുന്നത്, എന്നെ മാത്രം ഇങ്ങനെ വിടാതെ പിന്തുടരുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് എന്നൊക്കെയുള്ള ഒരുപാട് സംശയങ്ങൾ പലപ്പോഴായിട്ട് പലരും എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾ പൂർണ്ണമായിട്ടും നോ കോൺടാക്റ്റിലേക്ക് പോയി കഴിഞ്ഞു, നിങ്ങളുടെ ഹീലിംഗ് ജേർണി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു, നിങ്ങൾ അങ്ങനെ ഹീലായിക്കൊണ്ടിരിക്കുകയാണ്, ഇതൊക്കെ മറന്നു തുടങ്ങി, നിങ്ങൾ അതിലേക്ക് വീണ്ടും നിങ്ങളുടെ ജീവിതം കരിപ്പിടിപ്പിക്കുന്നതിലേക്ക് ശ്രദ്ധിച്ചുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ നിങ്ങൾ സോഷ്യൽ മീഡിയ വഴി അറിഞ്ഞു നിങ്ങളുടെ ആ നാർസിസിസ്റ്റിന് പുതിയൊരു സപ്ലൈയെ കിട്ടി, പുതിയ സപ്ലൈ അവർ കണ്ടുപിടിച്ചു, അവരുടെ പിറകെയാണ്. അപ്പം നിങ്ങൾ വിചാരിക്കുകയാണ് ഓക്കെ, ഇനി എനിക്ക് സമാധാനം കിട്ടും, ഇനി എൻ്റെ പിറകെ വരില്ല എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് പെട്ടെന്ന് നിങ്ങളുടെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നു, അല്ലെങ്കിൽ ഒരു മെസ്സേജ് വരുന്നു, റോങ് നമ്പർ എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് വരുന്നു, അല്ലെങ്കിൽ റോങ് നമ്പർ എന്നുള്ള രീതിയിൽ ഇവർ വിളിക്കുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിൽ ഇവർ നിങ്ങളെ കോൺടാക്ട് ചെയ്യാനായിട്ട് വീണ്ടും ശ്രമിക്കുന്നു. നിങ്ങളുടെ വീട്ടിന് അടുത്തൂടെ, അല്ലെങ്കിൽ നിങ്ങൾ പുറത്തേക്ക് പോകുമ്പോൾ നിങ്ങളുടെ വീടിൻ്റെ അടുത്തൂടെ ഇവരുടെ കാറ് പാസ് ചെയ്ത് പോകുന്നു. ഇവരുടെ പുതിയ പാർട്ണർ നിങ്ങൾക്ക് ഫ്രണ്ട് റിക്വസ്റ്റ് അയക്കുന്നു, നിങ്ങളെ മെസ്സേജ് ചെയ്യാൻ ശ്രമിക്കുന്നു. അപ്പോൾ നിങ്ങൾ വിചാരിക്കുകയാണ് നിങ്ങൾ ഫൈനലി ഇതിൽ നിന്ന് പുറത്ത് വന്നു എന്ന് വിചാരിക്കുമ്പോൾ വീണ്ടും ഇതെന്നെ തേടി വരികയാണല്ലോ എന്നുള്ളൊരു പേടിപ്പെടുത്തുന്ന ഫീലിംഗ് നിങ്ങളുടെ ഉള്ളിലേക്ക് വരികയാണ്. ഇത്തരത്തിൽ നിങ്ങൾ ഭയപ്പെടുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ഉള്ളിൽ ഇത്തരത്തിലുള്ള എന്തെങ്കിലും തരത്തിലുള്ള പേടി ഉണ്ടെങ്കിൽ, ഞാൻ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്, നിങ്ങൾക്ക് മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവുന്നതല്ല, അല്ലെങ്കിൽ നിങ്ങൾക്കുള്ള തോന്നലുകളല്ല, അല്ലെങ്കിൽ ഈ നാർസിസിസ്റ്റ് നിങ്ങളെ സ്നേഹിക്കുന്നു എന്നുള്ളതിന്റെ, അല്ലെങ്കിൽ അവസാനം സ്നേഹിച്ചു തുടങ്ങി എന്നുള്ളതിന്റെ സിമ്പൽ ഒന്നും അല്ല നിങ്ങളെ വീണ്ടും ഇവർ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നത്. ഇന്ന് ഈ കോർ ഇഷ്യൂസ്, ഇതിന്റെ എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്, എന്തുകൊണ്ടാണ് ഓൾഡ് സപ്ലൈയെ നാർസിസിസ്റ്റുകൾ ചേസ് ചെയ്യുന്നത്, എന്തുകൊണ്ടാണ് വീണ്ടും അവർ സ്റ്റോക്ക് ചെയ്യാൻ ശ്രമിക്കുന്നത് എന്നുള്ളതിനെ കൃത്യമായിട്ട് നമുക്ക് ബ്രേക്ക് ഡൗൺ ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഒരു കോർ മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിനെ നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. പലപ്പോഴും വിക്ടിംസ് ധരിച്ചു വെച്ചിരിക്കുന്ന കാര്യത്തിൽ നമ്മൾ തിരുത്തി വായിക്കേണ്ട, അല്ലെങ്കിൽ തിരുത്തി മനസ്സിലാക്കേണ്ട ഒരു വലിയ കാര്യമാണ്, നിങ്ങൾ ഒരിക്കലും ഈ റിലേഷൻഷിപ്പിൽ ഒരു വ്യക്തിയായിരുന്നില്ല, ഒരു പൊസഷൻ ആയിരുന്നു, അല്ലെങ്കിൽ ഒരു പ്രോപ്പർട്ടി ആയിരുന്നു എന്നുള്ളത്. ഇവിടെ കംപ്ലീറ്റ്ലി അവർ നിങ്ങളൊരു ഒബ്ജക്റ്റായി മാത്രമാണ് കാണുന്നത് എന്നുള്ളത് എപ്പോഴും നമ്മൾ ഓർമ്മയിൽ വെക്കേണ്ടതാണ്. കാരണം അവർക്ക് അങ്ങനെ കാണാൻ മാത്രമേ കഴിയുള്ളൂ, അവരങ്ങനെ മാത്രം കാണുന്നവരാണ്. അപ്പോൾ നിങ്ങളിൽ സ്വാഭാവികമായിട്ടും നിങ്ങൾ അവരുടെ കയ്യിൽ നിന്ന് വഴുതി മാറുമ്പോൾ അവർക്ക് നിങ്ങളിലുണ്ടായിരുന്ന പവറും കൺട്രോളും, അവർക്ക് കിട്ടിക്കൊണ്ടിരുന്ന വാലിഡേഷനും അവർക്ക് കിട്ടിക്കൊണ്ടിരുന്ന സപ്ലൈയും എല്ലാം ഇല്ലാതാകുകയാണ്. അതാണ് അവർ തിരിച്ചെടുക്കാനായി ആഗ്രഹിക്കുന്നത്, അല്ലാതെ നിങ്ങൾ എന്ന വ്യക്തിയെ അല്ല അവർ തിരിച്ചെടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. തൽക്കാലം ഷെൽഫിലേക്ക് വെച്ചിരിക്കുന്ന, തൽക്കാലം സ്റ്റോറേജ് സ്പേസിലേക്ക് മാറ്റി വെച്ചിരിക്കുന്ന, ഇനിയും എടുത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രോപ്പർട്ടി ആയിട്ടാണ് അവർ നിങ്ങളെ കാണുന്നത്. നിങ്ങളാണ് റിലേഷൻഷിപ്പിൽ നിന്ന് മൂഡ് ഓൺ ആയിട്ടുള്ളത്. അവരുടെ ഈ നിലവിലുള്ള പുതിയ സപ്ലൈ എന്ന് പറയുന്നത് നിങ്ങളുടെ റീപ്ലേസ്മെന്റ് അല്ല, നിങ്ങൾക്ക് പകരമായി അവർ കൊണ്ടുവന്നതല്ല. നിങ്ങൾ എപ്പോഴും അവരുടെ മൈൻഡിലുണ്ട്, നിങ്ങൾ എപ്പോഴും അല്ലെങ്കിൽ ഇപ്പോഴും അവരുടെ പ്രോപ്പർട്ടി തന്നെയാണ്. അത് വീണ്ടും വീണ്ടും ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ പിന്നെയും അത് കാര്യക്ഷമമായി വർക്ക് ചെയ്യും എന്ന് അവർക്ക് ഒരു എൻറ്റൈറ്റിൽമെന്റ് അവരിൽ ഉള്ളത് കൊണ്ടാണ്. ആ എൻറ്റൈറ്റിൽമെന്റ് തന്നെയാണ് ഈ ചേസിംഗ് ബിഹേവിയറിന് പിന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. എന്തുകൊണ്ട് നാർസിസിസ്റ്റ് നിങ്ങളെ ചേസ് ചെയ്യുന്നു എന്നുള്ളതിനുള്ള 4 പ്രധാനപ്പെട്ട അവരുടെ മോട്ടിവേഷൻസിൽ ഒന്നാമത്തെ മോട്ടിവേഷനാണ് നിങ്ങൾ ഇപ്പോഴും അവരുടെ സ്റ്റോറേജ് സ്പേസിൽ സൂക്ഷിച്ചു വെക്കപ്പെട്ടിട്ടുള്ള ഒരു സപ്ലൈ ഇൻഷുറൻസ് ആണ് എന്നുള്ളത്. നിങ്ങൾക്കറിയാലോ, നാർസിസിസ്റ്റ് എന്ന് പറയുന്നത് നാർസിസ്റ്റിക് സപ്ലൈ ഇല്ലാതിരിക്കുന്നത് വളരെയധികം ഹേറ്റ് ചെയ്യുന്നവരാണ്, വളരെയധികം അത് അവരെ ഫ്രസ്ട്രേറ്റ് ചെയ്യുന്ന കാര്യമാണ്. കാരണം നിലവിലുള്ള ഒരു നാർസിസ്റ്റിക് സപ്ലൈയിലേക്ക്, പുതിയൊരു നാർസിസിസ്റ്റ് സപ്ലൈയിലേക്ക് പോകുന്നത് പോലും അവരെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടാണ്. കാരണം പോയി കഴിഞ്ഞ ശേഷം ഒന്ന് സെറ്റിൽഡ് ആവണമല്ലോ, അവർക്ക് കൃത്യമായിട്ട് കിട്ടേണ്ടത് വീണ്ടും നിങ്ങളിൽ നിന്ന് കിട്ടിക്കൊണ്ടിരുന്ന ലെവലിൽ അവരെ ആക്കിയെടുക്കണം. അവരുടെ പുതിയ റിലേഷൻഷിപ്പ് ചിലപ്പോൾ പരാജയപ്പെടുകയായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ പുതിയ റിലേഷൻഷിപ്പ് നിന്നും കിട്ടിയിരുന്ന, നിങ്ങൾ അവർക്ക് കൊടുത്തിരുന്ന ആ ഒരു ഫ്ലേവർ, ആ ഒരു ഡെപ്ത്, അത് അവരിൽ നിന്നും കിട്ടുന്നുണ്ടാവില്ല അവർക്കിപ്പോൾ. അവർ വീണ്ടും ഫ്ലൈയിങ് മങ്കീസിനെ നിങ്ങളുടെ അടുത്തേക്ക് പറഞ്ഞു വിടുമ്പോൾ വീണ്ടും അവരുടെ പുതിയ സപ്ലൈ, അല്ലെങ്കിൽ പുതിയ നാർസിസ്റ്റിക് പാർട്ണറിനെ നിങ്ങളുടെ അടുത്തേക്ക് എത്തിക്കാൻ ശ്രമിക്കുമ്പോൾ അവർ ആക്ച്വലി ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ഇപ്പോഴും ഇമോഷണലി അവൈലബിൾ ആണോ, നിങ്ങൾ ഇപ്പോഴും അവരുടെ അടുത്തേക്ക് വരാൻ സാധ്യതയുണ്ടോ എന്നറിയാനുള്ള ശ്രമം തന്നെയാണ്. നിങ്ങളിൽ നിന്ന് കിട്ടുന്നത് ഒരു ആംഗ്രി റിയാക്ഷൻ ആയാലും അവർക്ക് അത് തന്നെ മതി, അത് തന്നെ ധാരാളമാണ് അവർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇപ്പോഴും അവർക്ക് കാര്യസ്ഥമാക്കാൻ കഴിയുന്ന, അവർക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയുന്ന സപ്ലൈ തന്നെയാണ് എന്നുള്ളത്. ഇതാണ് നിങ്ങൾ നോ കോൺടാക്റ്റിലേക്ക് പോയി കഴിഞ്ഞ ശേഷവും നാർസിസിസ്റ്റിന്റെ അടുത്ത് നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന, അയ്യോ എനിക്ക് ആ പാട്ട് കേട്ടപ്പോൾ നിന്നെ ഓർമ്മ വന്നു എന്നൊക്കെയുള്ള തരത്തിലുള്ള ഡയലോഗുകൾ, മെസ്സേജുകൾ, അല്ലെങ്കിൽ പെട്ടെന്ന് നിങ്ങളത് പറയുകയാണ്, ഞാൻ ജസ്റ്റ് നീ ഓക്കെ ആണോ എന്ന് അറിയാൻ വേണ്ടി മാത്രം മെസ്സേജ് ചെയ്യുന്നതാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള മെസ്സേജുകൾ. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ ഇങ്ങനെയുള്ള വെയിറ്റിംഗ് ആയിട്ടുള്ള മെസ്സേജുകൾ ഇവരിട്ടുകൊണ്ടിരിക്കും. നിങ്ങൾ ഏതെങ്കിലും ചൂണ്ടയിൽ
വീണ്ടും ഒരുക്കണം, അല്ലെങ്കിൽ നിങ്ങളെ ഏതെങ്കിലും തരത്തിലുള്ള റിയാക്ഷൻസ് അവർക്ക് കൊടുക്കണം. അതിനുവേണ്ടി തന്നെയാണ് ഇവർ നിരന്തരം ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. രണ്ടാമത്തെ കാര്യം, ഇവരുടെ പാത്തോളജിക്കൽ ആയിട്ടുള്ള അസൂയയും അങ്ങേയറ്റം നിങ്ങളോട് ഒരു കോമ്പറ്റീഷൻ മെന്റാലിറ്റി കാണിക്കുന്ന ഒരു സ്ഥിതിയും. നിങ്ങൾ അവരുടെ സാന്നിധ്യത്തിലല്ലാതെ നിങ്ങൾ ഇപ്പോൾ ഹാപ്പി ആകുന്നു എന്നുള്ളത് നാർസിസിസ്റ്റിന് സഹിക്കാനേ കഴിയാത്ത ഒരു കാര്യമാണ്. കാരണം നിങ്ങൾ ഫൈനലി ഹീൽ ചെയ്യുന്നു, നിങ്ങളുടെ ഹീലിംഗ് ജേണിയിലേക്ക് വരുന്നു, നിങ്ങൾ വീണ്ടും സമാധാനത്തിലേക്ക് പോകുന്നു എന്നുള്ളത് അവരെ വളരെയധികം വെറി പിടിപ്പിക്കുന്ന, റെസ്ലെസ് ആക്കുന്ന ഒരു കാര്യമാണ്. ഇവിടെയാണ് ഇവരുടെ പാത്തോളജിക്കലായിട്ടുള്ള എൻവി അല്ലെങ്കിൽ അസൂയ എന്ന് പറയുന്ന കാര്യം നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നത്. ഇവിടെ അവർ ഭയങ്കരമായിട്ട് നിങ്ങളുടെ ഈ അവസ്ഥ ഇപ്പോഴും അവർക്ക് നിങ്ങളെ കൺട്രോൾ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നിങ്ങളെ ഹേർട്ട് ചെയ്യാൻ പറ്റും എന്ന് അവർക്ക് ബോധ്യപ്പെടുത്തേണ്ട ഒരു അവസ്ഥ ഉണ്ടാവും. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് അവരെങ്ങനെയെങ്കിലും നിങ്ങൾ എന്തെങ്കിലും തരത്തിൽ നിങ്ങളുടെ സമാധാനത്തിലേക്ക് എത്തുന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങളിലേക്ക് റീച്ച് ചെയ്യാനായിട്ട് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കും. അവർ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന, ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന ഈ നെറേറ്റീവ് ഉണ്ടല്ലോ, അവരാണ് നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ച ഏറ്റവും നല്ല കാര്യം എന്നുള്ള കാര്യം. അപ്പൊ അതങ്ങനെ അല്ല എന്ന് പ്രൂവ് ആവുന്നത്, നിങ്ങൾ ഹാപ്പിനെസ്സിലേക്ക് എത്തുന്നത് അവരെ അങ്ങേയറ്റം ഫ്രസ്ട്രേറ്റ് ചെയ്യിക്കും. ഈ സാഹചര്യങ്ങളാണ് അവർ സോഷ്യൽ മീഡിയയിൽ നിങ്ങളെ സ്റ്റോക്ക് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് അവർ ഒരു ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കും, അല്ലെങ്കിൽ അവർ ഇപ്പോഴും നിലവിലുള്ള അവരുടെ പാർട്ണറിന്റെ അക്കൗണ്ട് ഉപയോഗിച്ച് നിങ്ങളെ സ്റ്റോക്ക് ചെയ്യും, അല്ലെങ്കിൽ അവർ വഴി നിങ്ങളെ സ്റ്റോക്ക് ചെയ്യും. കാരണം നിങ്ങളുടെ ഓരോ കാര്യങ്ങൾ, നിങ്ങളുടെ ഇപ്പോഴുള്ള സന്തോഷങ്ങൾ, നിങ്ങളുടെ വിഷമങ്ങൾ, നിങ്ങളുടെ ബുദ്ധിമുട്ടുകളെല്ലാം അവർക്ക് അറിയണം. നിങ്ങളുടെ സന്തോഷങ്ങൾ കാണുമ്പോൾ അവർക്ക് വിരളി പിടിച്ചു തുടങ്ങും. അതെങ്ങനെയെങ്കിലും തല്ലിക്കെടുത്താൻ വേണ്ടിയുള്ള ശ്രമം നടത്താനായിട്ട് ഇവർ പ്ലാനുകൾ ഉണ്ടാക്കും. നിങ്ങൾക്ക് സങ്കടം ഉണ്ടാകുന്നെങ്കിലോ അവർക്കത് വളരെയധികം സാറ്റിസ്ഫൈങ് ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കും അതിനെപ്പറ്റി അറിയുന്നത്. മൂന്നാമത്തെ കാര്യം, ഇപ്പോഴും നിങ്ങളെ കൺട്രോൾ ചെയ്യാൻ പറ്റുമോ, നിങ്ങളിൽ പവർ ചെലുത്താൻ പറ്റുമോ എന്നുള്ള കാര്യം അവർക്ക് ടെസ്റ്റ് ചെയ്യണം എന്നുള്ളതാണ്. ഇവിടെ എൻ്റെ ഡൈനാമിക്സ് പവർ എന്ന് പറയുന്ന കാര്യത്തെ ചുറ്റിപ്പറ്റി തന്നെയാണ്. നിങ്ങൾ അവരിൽ നിന്നും അകന്നു പോയപ്പോൾ, നിങ്ങൾ നോ കോണ്ടാക്റ്റിലേക്ക് പോയപ്പോൾ അവർക്ക് നിങ്ങളിലുള്ള പവറും കൂടെ എടുത്തുകൊണ്ടാണ് നിങ്ങൾ പോകുന്നത്, അതില്ലാതായിക്കൊണ്ടാണ് നിങ്ങൾ പോകുന്നത്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഈ പവർ ഇപ്പോഴും നിങ്ങളിൽ ചെലുത്താൻ കഴിയുന്നു എന്നുള്ളത് അവർക്ക് ബോധ്യപ്പെടണം. അതിനുവേണ്ടി തന്നെയാണ് ഇവർ നിങ്ങളിലേക്ക് എത്തിപ്പെടാനായിട്ട് ഈ പല രീതിയിലുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവിടെ നിങ്ങളുടെ സ്നേഹം തിരിച്ചു വാങ്ങാനല്ല അവർ ശ്രമിക്കുന്നത്, നിങ്ങളിൽ എടുത്തുകൊണ്ട് പോയ ഈ പവർ അത് അവർക്ക് തിരിച്ചെടുക്കാൻ കഴിയുമോ എന്നുള്ളത് ടെസ്റ്റ് ചെയ്യുകയാണ് അവരിവിടെ ചെയ്യുന്നത്. അതിന് എന്തെങ്കിലും തരത്തിലുള്ള റിയാക്ഷൻ നിങ്ങളിൽ നിന്ന് കിട്ടിയാൽ മതിയാവും. നിങ്ങളുടെ ഏതെങ്കിലും തരത്തിലുള്ള റിയാക്ഷൻ, നിങ്ങളുടെ സ്നേഹമാണെങ്കിലും നിങ്ങളുടെ ദേഷ്യമാണെങ്കിലും നിങ്ങളുടെ ഫ്രസ്ട്രേഷൻ ആണെങ്കിലും അതൊരു റിയാക്ഷൻ ആയിട്ട് ഇവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അതൊരു കൈൻഡ് ഓഫ് സപ്ലൈ ആണ് അവർക്ക് കിട്ടുന്നത്. കാരണം അവർക്ക് അപ്പോഴും മനസ്സിലാവുകയാണ്, എനിക്ക് ഇപ്പോഴും അവളുടെ ഇമോഷൻസ് അല്ലെങ്കിൽ അവന്റെ ഇമോഷൻസ് നിയന്ത്രിക്കാൻ കഴിയുന്നു. ഇതിന്റെ റിയൽ ലൈഫിലുള്ള ഉദാഹരണങ്ങളാണ്. നിങ്ങൾ വീട്ടിൽ ഇപ്പോൾ നിലവിൽ താമസിക്കുന്നിടത്തുനിന്നും പുറത്തേക്ക് പോകുമ്പോൾ ഇവരുടെ വണ്ടി അതുവഴി പാസ് ചെയ്ത് പോകുന്നത് കാണാൻ പറ്റും. അല്ലെങ്കിൽ ഇവരുടെ ഫ്രണ്ട്സ് വഴി, മ്യൂച്വൽ ഫ്രണ്ട്സ് വഴി നിങ്ങളെ കോൺടാക്ട് ചെയ്യാനുള്ള ശ്രമങ്ങൾ നടക്കും. ഫ്ലൈയിങ് മങ്കീസ് നിങ്ങളെ കോൺടാക്ട് ചെയ്യും. ഇവർ നിങ്ങളുടെ ഫ്രണ്ട്സിനെ കോൺടാക്ട് ചെയ്യാനുള്ള ശ്രമങ്ങൾ നടത്തും ഫ്ലൈയിങ് മങ്കീസിനെ ഉപയോഗിച്ച്. അല്ലെങ്കിൽ ഡയറക്റ്റ്ലി നിങ്ങൾക്ക് വളരെ ക്രൂവലായിട്ടുള്ള ഒരു മെസ്സേജ് അയച്ചുകൊണ്ട് നിങ്ങളുടെ സമാധാനം കെടുത്താനായിട്ട് ഇവർ ശ്രമിക്കും. നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ സമാധാനം അനുഭവിക്കുന്നു അല്ലെങ്കിൽ സന്തോഷത്തിലേക്ക് പോകുന്നു എന്നറിയുന്ന സാഹചര്യങ്ങളിൽ നിങ്ങൾ തിരിച്ച് ദേഷ്യം കാണിക്കുന്നത്, ദേഷ്യം കലർന്ന ഒരു മെസ്സേജ് നിങ്ങൾ തിരിച്ചയക്കുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയൊരു വിജയമാണ്. നാലാമത്തെ കാര്യം, നിങ്ങളുടെ സമാധാനം പൂർണ്ണമായിട്ടും നശിപ്പിക്കുക എന്നുള്ള അവരുടെ ലക്ഷ്യം. ഇതാണ് ഇതിലെ ഏറ്റവും സാഡിസ്റ്റിക് ആയിട്ടുള്ള പാർട്ട്. അവർ നിങ്ങളെ ചേസ് ചെയ്യുന്നത് നിങ്ങളെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടല്ല, നിങ്ങൾ ഫ്രീഡത്തിലേക്ക് പോകുന്നു എന്നുള്ള കാര്യം അത് നടക്കുന്നു എന്ന് അവർക്ക് തിരിച്ചറിയുന്നത് കൊണ്ടും അത് ഇവർക്ക് താങ്ങാൻ പറ്റില്ല എന്നുള്ളതും കൊണ്ടാണ്. റിയൽ ലൈഫിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, എന്തെങ്കിലും ഇതുപോലെ നിങ്ങൾ മാറി നിന്നിട്ട് നിങ്ങളുടെ ജോലിയിൽ എന്തെങ്കിലും പ്രൊമോഷൻ കിട്ടി, അല്ലെങ്കിൽ എന്തെങ്കിലും പോസിറ്റീവായിട്ടുള്ള അച്ചീവ്മെന്റ് നിങ്ങളുടെ ലൈഫിൽ നേടി, അത്തരത്തിലുള്ള എന്തെങ്കിലും പോസ്റ്റുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങളുടെ ഹാപ്പി ആയിട്ടുള്ള മൊമെന്റുകൾ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യുന്ന സാഹചര്യത്തിൽ പെട്ടെന്ന് ഇവർ പ്രത്യക്ഷപ്പെടും. അതൊരു കാൽക്കുലേറ്റഡ് മൂവ് ആണ്. ഇവിടെ എങ്ങനെയാണ് ഈ ഗെയിം നമുക്ക് ജയിക്കാൻ കഴിയുക? ഈ നാർസിസിസ്റ്റുമായിട്ടുള്ള ഈ ഒരു ഗെയിമിൽ എങ്ങനെയാണ് നമുക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് വിൻ ചെയ്യാൻ കഴിയുക? ഇവിടെ ഏറ്റവും മികച്ച വിൻ എന്ന് പറയുന്നത് ഈ ഗെയിം കളിക്കാതിരിക്കുക എന്നുള്ളത് തന്നെയാണ്. ഇവിടെ ഒന്നാമതായി ചെയ്തിരിക്കേണ്ട കാര്യം, നമ്മൾ നോ കോണ്ടാക്ട് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി പൂർണ്ണമാക്കുക എന്നുള്ളതാണ്. ഇതെങ്ങനെയാണ് പൂർണ്ണമാകുന്നത് നോ കോണ്ടാക്ട്? നമ്മൾ ഫിസിക്കലി നാർസിസിസ്റ്റിന്റെ അടുത്ത് നിന്നും മാറിപ്പോയി കഴിഞ്ഞാലോ, നമ്മൾ കുറേയധികം ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാലോ അങ്ങനെയൊന്നും നമുക്ക് പൂർണ്ണമായിട്ടും നോ കോണ്ടാക്റ്റിലേക്ക് പോകാൻ കഴിയില്ല. പൂർണ്ണമായിട്ടും നോ കോണ്ടാക്ട് നടപ്പിലാകുന്നത് എല്ലാ തരത്തിലുള്ള സപ്ലൈ റൂട്ട്സും ഇമോഷണലിയും ഫിസിക്കലിയും നമ്മൾ കട്ട് ചെയ്ത് കഴിയുമ്പോഴാണ്. അതിന് ഇവരുടെ ഇമെയിൽസ്, നിങ്ങളുടെ വാട്സപ്പ് വഴിയുള്ള ഇവരുടെ ഫ്രണ്ട്സ്, നിങ്ങളുടെ മ്യൂച്വൽ ഫ്രണ്ട്സ്, നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരെയും ബ്ലോക്ക് ചെയ്യുക. എല്ലാവരിലേക്കും ഇവർക്ക് ഒരിക്കലും ഒരു വിൻഡോ പോലും ഓപ്പൺ ആയിരിക്കരുത് നിങ്ങളെ നോക്കാൻ വേണ്ടിയിട്ട്, നിങ്ങളെക്കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട്. നിങ്ങളെക്കുറിച്ചുള്ള ഒരു ഇൻഫർമേഷനും ഇവരിലേക്ക് എത്താൻ പാടില്ല, അറിയാൻ പാടില്ല. അത് അറിയുന്ന എല്ലാ വിൻഡോസും എല്ലാ ടൈസും കട്ട് ചെയ്യുക. എല്ലായിടത്തു നിന്നും ഇവരെ ബ്ലോക്ക് ചെയ്യുക. എല്ലാവരിൽ നിന്നും നിങ്ങൾ അകലം പാലിക്കുക. അവരുടെ കോണ്ടാക്റ്റിൽ ഇരിക്കുന്ന എല്ലാ ഫ്ലൈയിങ് മങ്കീസിൽ നിന്നും
എനേബിളേഴ്സിൽ നിന്നും ഒക്കെ നിങ്ങൾ പൂർണ്ണമായിട്ടും വിഡ്രോൺ ആയിട്ട് നോ കോണ്ടാക്റ്റിലേക്ക് പോവുക എന്നുള്ളതാണ്. ഈ ഒരു കാര്യം ചെയ്യുമ്പോൾ അവിടെ സപ്ലൈ എന്നുള്ള കാര്യത്തിൽ ഇവർ പൂർണ്ണമായിട്ട് ഒരു ദാരിദ്ര്യം അനുഭവിക്കും. പിന്നെ എല്ലാ കാര്യവും ഡോക്യുമെന്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. ഇത് ഇവിടെ ഒരു ലോഗ് നിങ്ങൾ സൂക്ഷിക്കേണ്ടതുണ്ട്. നിങ്ങളുടെ ഒരു പ്രത്യേകം ഇതിന് വേണ്ടി ഡോക്യുമെന്റ് ചെയ്ത എവിഡൻസ് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളൊരു അത് നോട്ട് ചെയ്ത് വെക്കാനും ഒരു ഡയറിയും അതിൻ്റെതായിട്ടുള്ള ഒരു സ്റ്റോറേജ് സ്പേസും നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. കാരണം എന്ത് തരത്തിലുള്ള സ്റ്റോക്കിംഗ് ബിഹേവിയേഴ്സ് ഏതൊക്കെ മേഖലകളിൽ നിന്ന് ഏതൊക്കെ രീതിയിൽ ഇവർ ചെയ്യുന്നോ അതെല്ലാം ഡോക്യുമെന്റഡ് ആയിട്ടുള്ള സ്ക്രീൻഷോട്ടുകളായിട്ട് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന വോയിസ് നോട്ടുകൾ സേവ് ചെയ്യുന്നത് വഴിയിട്ട് വോയിസ് മെസ്സേജസ് കൃത്യമായിട്ട് അത് തീയതി അടക്കം അതിന്റെ സ്ക്രീൻഷോട്ട്, അതിന്റെ ഓരോന്നിന്റെയും ഡേറ്റിൽ ഇവർ നിരന്തരം വിളിച്ചിട്ടുള്ളതിന്റെ സ്ക്രീൻഷോട്ട്, ഇതെല്ലാം ഇവർ അയച്ചിട്ടുള്ള മെസ്സേജുകളുടെ സ്ക്രീൻഷോട്ട്, അങ്ങനെ എന്തൊക്കെ തരത്തിൽ നിങ്ങൾക്ക് ഡോക്യുമെന്റ് ചെയ്യാൻ പറ്റുന്ന എവിഡൻസ് ഉണ്ടോ അതെല്ലാം ഡോക്യുമെന്റ് ചെയ്യുക. ഇത് നമുക്ക് ഇവരുടെ സ്റ്റോക്കിംഗ് കൂടുതലായിട്ട് വരുമ്പോൾ നമ്മുടെ ഫിസിക്കൽ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് നമുക്ക് പോലീസിൽ സമർപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ മൂന്നാമത്തെ കാര്യം അവരുടെ ബിഹേവിയർ റീഫ്രെയിം ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ലൈഫിൽ നമ്മൾ കണ്ട നോർമൽ ആയിട്ടുള്ള ആൾക്കാരെയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇവർ ചേഞ്ച് ആവുമോ എന്നുള്ള ഒരു തോട്ടോ നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന അതിന് നമ്മൾ പൂർണ്ണമായിട്ടും റീഫ്രെയിം ചെയ്യണം എന്നുള്ളതാണ്. നമ്മൾ പൂർണ്ണമായിട്ടും മാറ്റണം എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇവര് സ്നേഹം കാണിക്കാൻ ഉള്ള അല്ലെങ്കിൽ അങ്ങനെയാണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നതെങ്കിൽ ഇവരിപ്പോ വീണ്ടും സ്നേഹം വന്നു കാണും എന്നുള്ളത് നിങ്ങൾ തിരുത്തിയിട്ട് ഇവർ സ്നേഹിക്കുകയല്ല ഇവർ കൺട്രോൾ എടുക്കാൻ ശ്രമിക്കുകയാണെന്ന് നിങ്ങൾ മൈൻഡിൽ തിരുത്തി പറയുക. ഈ മെസ്സേജ് അയച്ചതിലൂടെ അല്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞതിലൂടെ ഇവരെന്നെ കോംപ്ലിമെന്റ് ചെയ്യുകയല്ല, ഇപ്പോൾ എന്നെ ഇൻസൾട്ട് ചെയ്യുകയാണ്. കാരണം ഇവരെന്നെ ഒരു ഒബ്ജക്റ്റ് ആയിട്ടാണ് കാണുന്നത്. ഇവരുടെ ഉള്ളിലെ ആ ഒരു എംപ്റ്റിനെസ് ആണ് ഈ കാണുന്നതെന്നും നമ്മളിപ്പോൾ സമാധാനത്തിലേക്കും ഫൈനലി നമ്മൾ സന്തോഷത്തിലേക്കും ഫ്രീഡത്തിലേക്കും പോകുന്നത് കാണുമ്പോൾ അത് സഹിക്കാൻ വയ്യാതെ ചെയ്യുകയാണ് ഇപ്പോൾ അവർ ചെയ്യുന്നത് എന്നും തിരുത്തി പറയുക. പിന്നെ നാലാമത്തെ കാര്യം നിങ്ങളൊരു ഗ്രേ റോക്കായി മാറുക എന്നുള്ളതാണ്. ഇവിടെ നോ കോണ്ടാക്റ്റിലേക്ക് പൂർണ്ണമായിട്ട് പോകാനായിട്ട് സാധിക്കാത്തവർക്ക് എഫിഷ്യന്റ് ആയിട്ട് ഗ്രേ റോക്ക് മെത്തേഡ് ഉപയോഗിക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് ലിമിറ്റഡ് കോണ്ടാക്റ്റിൽ ഇരിക്കാൻ പറ്റുന്ന സാഹചര്യമായിരിക്കും, അങ്ങനെ പറ്റത്തുള്ളായിരിക്കും. ഞാൻ നിന്നെ ഒരുപാട് മിസ് ചെയ്യുന്നു, ഇപ്പോൾ ഞാൻ വീണ്ടും ആ പഴയ കാര്യങ്ങളൊക്കെ തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ ഓക്കെ എന്ന് മാത്രം പറയുക. നിങ്ങളെ അല്ലെങ്കിൽ നീ കാരണമാണ് എൻ്റെ ജീവിതം നശിച്ചത്, നീയാണ് എന്നെ നശിപ്പിച്ചത് എന്ന് പറയുമ്പോൾ നിങ്ങൾ തിരിച്ചു പറയുക നോട്ടഡ്. ഇത്തരത്തിൽ ഒറ്റ വാക്കിലുള്ള ഫാക്ച്വൽ ആയിട്ടുള്ള ഒരു ഇമോഷനും കാണിക്കാത്ത തരത്തിലുള്ള ഇത്തരം വാക്കുകൾ മറുപടിയായി കൊടുക്കുക. ഈ നാർസിസിസ്റ്റ് എപ്പോഴും നിങ്ങൾ ചേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങളിലെ ആ ഗുഡ് ക്വാളിറ്റീസ് കാരണം തന്നെയാണ്. നിങ്ങളുടെ ആ ജെന്യുവൻ ആയിട്ടുള്ള എമ്പതിയും നിങ്ങളിലെ ആ ലൈറ്റും നിങ്ങളിലെ ആ പീസും, നിങ്ങൾ പീസ് കൊടുക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ ഉള്ള ആൾക്കാർക്ക് കൊടുക്കാൻ കഴിയുള്ളൂ. അത് ജെനുവിനായിട്ടുള്ള ആൾക്കാരെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവർ നിങ്ങളുടെ പിറകെ വരുന്നത്, വീണ്ടും നിങ്ങളെ ചേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് തിരിച്ചിവിടെ ചെയ്യാൻ പറ്റുന്ന കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള മെസ്സേജ് എന്ന് പറയുന്നത് ഒരു ടെക്സ്റ്റ് തിരിച്ചയക്കുക, അല്ലെങ്കിൽ അവരുടെ കോളിന് മറുപടി കൊടുക്കുക, അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ ഇതാ സന്തോഷിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള സ്റ്റാറ്റസുകൾ അവരെ കാണിക്കുക എന്നുള്ളതല്ല. അവിടുത്തെ ഏറ്റവും മികച്ച മറുപടി എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഏറ്റവും മികച്ച ആബ്സല്യൂട്ട് ബെസ്റ്റ് ആൻസർ ഈസ് യുവർ ആബ്സല്യൂട്ട് സൈലൻസ്. ആ നിശബ്ദത വരുന്നത് നിങ്ങളുടെ കംപ്ലീറ്റ് ആയിട്ടുള്ള ടോട്ടൽ ആയിട്ടുള്ള ആബ്സല്യൂട്ട് ആയിട്ടുള്ള അവരുമായിട്ടുള്ള ഡിറ്റാച്ച്മെന്റിൽ നിന്ന് തന്നെ ആയിരിക്കണം. ഇനി അങ്ങോട്ട് നമ്മുടെ ലൈഫിലെ ഒരു സെക്കൻഡ് പോലും ഒരു നിമിഷം പോലും അവർക്ക് കൊടുക്കരുത് എന്നുള്ള നിശ്ചയദാർഢ്യത്തോടുകൂടി ആ ഒരു ധൈര്യത്തോടു കൂടി നിങ്ങൾ മുന്നോട്ട് പോവുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഈ കാര്യങ്ങൾ തന്നെയാണ് പറയാനായിട്ടുണ്ടായിരുന്നത്. നിങ്ങൾക്ക് അതിൽ കൃത്യമായിട്ടുള്ള ഒരു ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. മാക്സിമം വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. മാക്സിമം നമ്പർ ഓഫ് ആൾക്കാരിലേക്ക് നിങ്ങൾക്ക് അറിയുന്ന ആൾക്കാരിലേക്ക് നിങ്ങൾക്ക് അറിയാമല്ലോ ഇത് ഈ വീഡിയോ എത്തിക്കാൻ പറ്റുന്ന സോഴ്സുകളിലേക്ക് കൂടുതലേക്ക് ഉപകാരപ്പെടുന്ന ആൾക്കാരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും എനിക്ക് നിങ്ങളിൽ നിന്നും വേണ്ട ഹെൽപ്പ് എന്ന് പറയുന്നത്. നിങ്ങളുടെ തോട്ട്സ് റെസ്പെക്ട്ഫുൾ ആയിട്ട് കമന്റ് സെക്ഷനിൽ നിങ്ങൾ എഴുതി അറിയിക്കുക. നിങ്ങളുടെ എക്സ്പീരിയൻസസും നിങ്ങളുടെ സ്റ്റോറീസും കമന്റ് സെക്ഷനിലൂടെ അറിയിക്കുക. അതുകൂടെ ആകുമ്പോഴേ ഈ വീഡിയോ പൂർണ്ണമാവുകയുള്ളൂ. അപ്പോൾ ആ ഒരു കമന്റുകൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ട് ഈ വീഡിയോ ഞാൻ ഇപ്പോൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസങ്ങളിൽ തന്നെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും